ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. അപ്പൊ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് അടുത്ത ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഒരുപാട് കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട്. റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ കെ വന്നപ്പോൾ 1-2 മാർക്കിന് ഇത്തവണ ഞങ്ങൾ ക്ലിയർ ആയിട്ടില്ല, ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ എങ്ങാനും മാറി മറിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ റിസൾട്ട് വന്നപ്പോൾ ആ കാര്യത്തിലൊക്കെ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. പക്ഷെ എന്തൊക്കെയോ റീസൺസും ഉണ്ട് അല്ലെ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇന്ന ഒറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ തോറ്റുപോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. തോൽക്കാനായിട്ട് ഒരുപാട് റീസൺസ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ ഫെയിലായി പോയിട്ടുണ്ടാവും. അപ്പൊ ഫെയിലായി പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസമൊക്കെ അതിന്റെ സങ്കടം ഉണ്ടാവും, സ്വാഭാവികമാണ് അല്ലെ. നമ്മള് ക്വാളിഫൈ ആകുമെന്ന് എക്സ്പെക്ട് ചെയ്തു, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പൊ ആ ഒരു വിഷമം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ആ വിഷമം അത് അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അടുത്തൊരു കേട്ടിട്ടും എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു തോട്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും എന്ത് കിട്ടില്ല, കേട്ടിട്ട് കിട്ടില്ല. അപ്പോ ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ഒരു പരാജയം വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. അപ്പൊ നമുക്ക് അടുത്ത ഒരു കേട്ടറ്റ് ഇനി നമ്മുടെ മുന്നിലുള്ളത് പുതിയ ഒരു ചാൻസ് ആണ്. പക്ഷെ നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ആ കയ്യിലുള്ള അറിവ് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. കയ്യിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ കിട്ടിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അതും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇനി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പരീക്ഷ ഭവൻ കൊണ്ടുവരട്ടെ. അവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാൻ പഠിക്കാം എന്ന് വാശി പിടിക്കണ്ട. പതുക്കെ പതുക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അധികം പണിയെടുക്കാതെ അതല്ലെങ്കിൽ അധികം കഷ്ടപ്പെടാതെ നമുക്ക് ഈ പരിപാടി ക്വാളിഫൈ ആകാം. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതല്ലെങ്കിൽ ഇത് പറ്റുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ കൂടുതലായിട്ടും സെലക്ട് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മുടെ ചെറിയൊരു ഇന്റലക്ച്വൽ എബിലിറ്റി മാത്രമേ നമ്മളവിടെ പ്രയോഗിക്കുന്നുള്ളൂ. ഒരു അപ്ലിക്കേഷൻ ലെവലൊക്കെ ആകുമ്പോൾ അവിടെ നമ്മൾ ഹൈ ലെവൽ ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ അത്രയും ലെവൽ കൂടിയ ചോദ്യങ്ങളല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിഗിനേഴ്സ് ഒന്നും കൂടെ എന്ത് ചെയ്യാം, അവർക്ക് നല്ലപോലെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഏത് പോർഷൻ ആണ് ഇനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗിൽ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എബിൻഹോസ് ഹാഡ് ഡൺ ദ പിയനറിംഗ് എക്സ്പെരിമെന്റ്സ് ഓൺ. എബിൻഹോസ് അല്ലെ, ഈ ഒരാളെ നമ്മൾ സൈക്കോളജിയിൽ പരിചയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെരിമെന്റ്സ് ആണ് എബിൻഹോസ് നടത്തിയിട്ടുള്ളത്. പെർസെപ്ഷൻ, ഇമോഷൻ, മെമ്മറി, തിങ്കിങ്. ഇവിടെ ഏത് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എബിൻഹോസിനെ പരിചയപ്പെടുന്നത് അല്ലെ. എബിൻഹോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഏത് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, മെമ്മറി അല്ലെ. എബിൻഹോസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കർവ് ഓഫ് ഫോർഗെറ്റിംഗ്, മെമ്മറിയെ കുറിച്ചും ഫോർഗെറ്റിങ്ങിനെ കുറിച്ചും വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരാളാണ് എബിൻഹോസ്. അങ്ങനെ സ്റ്റഡീസ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കർവ് ഓഫ് ഫോർഗെറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, നമ്മളൊരു കാര്യം പഠിച്ച് ഒരു 45 മിനിറ്റ് ആകുമ്പോഴേക്കും, അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ ഏകദേശം ഒരു 55-60% നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടമായി പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ച് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിലെ 70% നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമായിട്ടാണ് എബിൻഹോസ് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഫോർഗെറ്റിങ്ങിലോട്ട് വിടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് അല്ലെ. നമ്മളൊരു എക്സാമിന് മുന്നിൽ കണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്യണം. അങ്ങനെ പിന്നെയും പിന്നെയും റിവൈസ് ചെയ്യുമ്പോഴാണ് അത് കൂടുതലും നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മറന്നു പോവണ്ട, എബിൻഹോസ് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ജനറൽ സൈക്കോളജി ഡീൽസ് വിത്ത് അല്ലെ. ജനറൽ സൈക്കോളജി, ഇവിടെ നമുക്കറിയാം സൈക്കോളജിനെ തന്നെ നമുക്ക് രണ്ട് മെയിൻ ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്ലൈഡ് സൈക്കോളജിയും വരുന്നുണ്ട്, പ്യുവർ സൈക്കോളജിയും വരുന്നുണ്ട്. പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിയററ്റിക്കൽ വേർഷൻ ആണ് അവിടെ വരുന്നത്. എന്നാൽ അപ്ലൈഡ് സൈക്കോളജിയിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ തിയററ്റിക്കൽ വേർഷൻ നമ്മൾ എന്ത് ചെയ്യണം, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീൽഡുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് ഡീൽ ചെയ്യുന്നത്? പേഴ്സണാലിറ്റി, ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫണ്ടമെന്റൽസ് ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. ജനറൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫണ്ടമെന്റൽസ് ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയിലെ എല്ലാ ബ്രാഞ്ചസുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്, അതാണ് നമ്മൾ ജനറൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജി? ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആരുടെയാണ്? ഡേവിഡ് ഹൾ, തോൺടേക്ക്, ആൽഫ്രഡ് ബിനെറ്റ്, ആൽഫ്രഡ് ആഡ്ലർ. ആരായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? ഇൻഡിവിജ്വൽ സൈക്കോളജി, വ്യക്തിഗത മനഃശാസ്ത്രം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആൽഫ്രഡ് ആഡ്ലർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഇൻഡിവിജ്വലിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മനഃശാസ്ത്ര തത്വങ്ങളാണ് ഇവിടെ ഇൻഡിവിജ്വൽ സൈക്കോളജിയിൽ വരുന്നത്. അത് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് ആഡ്ലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ ഫസ്റ്റ് ടൈം ദ വേർഡ് സൈക്കോളജി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഫോർ ദ ഫസ്റ്റ് ടൈം ദ വേർഡ് സൈക്കോളജി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റുഡോൾഫ് ഗോക്കൽ, വില്യം ജെയിംസ്, സിഗ്മണ്ട് ഫ്രോയിഡ്, C.G. യുങ്. ആരാണ്? നമുക്കറിയാം ആരാണ്? റുഡോൾഫ് ഗോക്കൽ ആണ് അല്ലെ. റുഡോൾഫ് ഗോക്കൽ ആണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യമായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് 1590-കളിലാണ് കേട്ടോ. 1590-കളില് റുഡോൾഫ് ഗോക്കൽ ആണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഹേവിയർ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ. The dash perspective of psychology emphasizes it. അതായത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഏതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം? ഡെവലപ്മെന്റൽ പേഴ്സ്പെക്റ്റീവ് ആണോ, ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആണോ, ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് ആണോ, സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ് ആണോ? ഏത് പേഴ്സ്പെക്റ്റീവുമായിട്ടാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ ബിഹേവിയർ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഓവർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിന് ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഇവിടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആര് പറഞ്ഞിട്ടുള്ളതാണ്? നമ്മുടെ വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റില് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡേൺ സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറി വാസ് ഡെവലപ്ഡ് ബൈ. ഇവിടെ ഒരു തിയറി തന്നിരിക്കുകയാണ്, ആരാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ള തിയറി ഏതാണ്? മോഡേൺ സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറിയാണ്. ചോംസ്കി, കൊഹ്ലർ, പിയാഷെ, കോൾബർഗ്. ആരായിരിക്കും? മോഡേൺ സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറി നോം ചോംസ്കി ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് നോം ചോംസ്കി. അദ്ദേഹത്തിന്റെ ലാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, ഇതൊക്കെ നമ്മുടെ ചോംസ്കിയുടെ കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. എല്ലാ കുട്ടികൾക്കും അവർ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്, അത് നമ്മുടെ ബ്രെയിനിൽ ഉള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എല്ലാ കുട്ടികൾക്കും അവരുടെ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോം ചോംസ്കി ആണ് മോഡേൺ സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറിയുടെ ഫാദർ ആയിട്ട്, ഡെവലപ്പർ ആയിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ് were the founders of which approach? നമ്മൾ സൈക്കോളജി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിലെ അപ്രോച്ചസ് ടു സൈക്കോളജി പഠിക്കും.
അതേപോലെ തന്നെ സൈക്കോളജിയുടെ ബ്രാഞ്ചസ് പഠിക്കും, സൈക്കോളജിയുടെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കും. അപ്പൊ അവിടെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോവുക. ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റൽ തിയറീസ്, അതേപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോകുന്നു, പിന്നെ നമ്മൾ പേഴ്സണാലിറ്റിയിലോട്ട് കടക്കുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിലാണ് ശരിക്കും സൈക്കോളജി പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഇന്നിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും സൈക്കോളജിയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും ഇവര് ഏത് അപ്രോച്ചുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഡെവലപ്മെന്റൽ അപ്രോച്ച്, ബയോളജിക്കൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, സോഷ്യോ കൾച്ചറൽ അപ്രോച്ച്. ഏത് അപ്രോച്ചാണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് കേട്ടോ. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നവരാണ് എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും. ഇതില് കാൾ റോജേഴ്സിന്റെ തിയറിയാണ് സെൽഫ് തിയറി എന്ന് അറിയപ്പെടുന്നത്. എബ്രഹാം മാസ്ലോന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഹയരാർക്കി ഓഫ് നീഡ്സ്. ഹയരാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു JB വാട്സൺ, സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ്. അക്കോർഡിംഗ് ടു JB വാട്സൺ. JB വാട്സനെ നമ്മൾ സൈക്കോളജി പഠിച്ചു തുടങ്ങുമ്പോൾ കാണുന്ന ഒരാളാണ്. നമുക്കറിയാം നമ്മുടെ ബിഹേവിയറിസത്തിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് JB വാട്സൺ ആണ്. സോ അപ്പൊ അദ്ദേഹം എങ്ങനെയായിരിക്കും സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം? സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് സോൾ, മൈൻഡ്, ബിഹേവിയർ ആൻഡ് ബ്രെയിൻ. എന്തായിരിക്കും വരിക? ബിഹേവിയർ ആണ് അല്ലെ. സൈക്കോളജി എന്ന് പറയുന്നത് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്നാണ് JB വാട്സൺ പറഞ്ഞിട്ടുള്ളത്. സൈക്കോളജി ആ ഒരു തുടക്കത്തിൽ സൈക്കോളജി ഡെവലപ്പായി വരുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിന് ഒരു സോളിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയായിട്ട്, ഒരു ബ്രാഞ്ച് ആയിട്ടായിരുന്നു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്ലാറ്റോ ആണെങ്കിലും അരിസ്റ്റോട്ടിൽ ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിലായിരുന്നു സൈക്കോളജിനെ നോക്കി കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സൈക്കോളജി എന്ന് പറയുന്നത് മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് മാറുന്നു. അവിടെ ഇമ്മാനുവൽ കാന്റ് ആണ് സൈക്കോളജി ഇങ്ങനെ ആത്മാവിനെ കുറിച്ചൊന്നുമല്ല പഠിക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എവല്യൂഷൻ നോക്കുമ്പോൾ ആദ്യം ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയായിട്ട് കുറെ പേര് കണ്ടു. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ അത് മനസ്സിന്റെ ശാസ്ത്രമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനങ്ങൾ വന്നു. പിന്നീടാണ് അതിൽ ബോധമണ്ഡലത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴും അതിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. ഫൈനലി ആണ് JB വാട്സൺ പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഓക്കെ, JB വാട്സൺ മറക്കണ്ട, ഫാദർ ഓഫ് ബിഹേവിയറിസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫാദർ ഓഫ് സൈക്കോഡൈനാമിക് തിയറി? ആരാണ് സൈക്കോഡൈനാമിക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്? വില്യം വൂണ്ട്, ചാൾസ് ഡാർവിൻ, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം ജെയിംസ്. സൈക്കോഡൈനാമിക് തിയറി അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സൈക്കോഡൈനാമിക് തിയറി. ഇവിടെ സൈക്കോഡൈനാമിക് തിയറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നും കൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ട് വരുന്നത് സൈക്കോ അനലറ്റിക് തിയറി എന്നായിരിക്കും. ഓക്കെ, സൈക്കോ അനലറ്റിക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലെ. ഏതൊർക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ് സൈക്കോ അനലറ്റിക് തിയറിയുടെ ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ അതിന്റെ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാ കുട്ടികളും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാട്ടോ. അത്യാവശ്യം വലിയൊരു സിലബസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൽ കൂടെ മാത്രമേ നമുക്ക് ആ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം ആണ് കേട്ടറ്റ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഈ ഒരു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. ഒരു അധ്യാപികയായി നമുക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടെറ്റ് നിർബന്ധമാണ്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത കേട്ടറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പഠനങ്ങൾ നല്ല രീതിയിൽ തുടങ്ങുക. നമ്മുടെ ടീം സൈലം ഇവിടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ നൽകുന്നുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2നും കാറ്റഗറി 3 കോഴ്സുകളാണ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സുകൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്.
പക്ഷേ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കുകളും കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ലൈവ് ക്ലാസ്സുകളിലൊക്കെ തന്നെയും നമ്മൾ ടോപ്പിക്കുകൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ എക്സാം വരെയും കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ മോക്ക് എക്സാംസ് വഴി നിങ്ങളുടെ ലേണിങ്ങിന് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. നല്ല രീതിയിൽ പഠിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.